ദൈവം അന്ന് കള്ളന്റെ രൂപത്തിൽ അന്ന് അവിടെ കോൺവെന്റിൽ അവതരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടയ്ക്ക രാജുവിന്റെ മൊഴിയിലെ ആ ഒരു തുടക്കം മുതലുള്ള വൈരുദ്ധ്യം കുറെ കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് നാം പറയേണ്ടിയിരിക്കും. കാരണം ഒരു നോബിൾ വിറ്റ്നസ് എന്ന് പറഞ്ഞ വ്യക്തി നോബിൾ വിറ്റ്നസ് ആയിരുന്നു, അതൊരു പ്ലാൻഡ് വിറ്റ്നസ് ആയിരുന്നു എന്ന് നമ്മൾ കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. നീ ഒന്ന് അരുൺ അത് കുറെ കൂടി അത് വ്യക്തമായി പറയും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ അടയ്ക്ക രാജു ഈ കേസിൽ ആദ്യം മുതലേ ഉള്ളൊരു വ്യക്തിയാണ്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അടയ്ക്ക രാജു ഈ കേസിലേക്ക് വരുന്നത് അടയ്ക്ക രാജു അവിടെ മോഷണം നടത്തി എന്നത് തെളിഞ്ഞതുകൊണ്ടാണ്. 3 തവണയാണ് അവിടെ മോഷണം നടത്തിയിട്ടുള്ളത്. 3ാമത്തെ തവണ മോഷണം നടത്തി അടയ്ക്ക രാജു മിന്നരക്ഷാ ചാലകത്തിൻ്റെ പ്ലേറ്റ് ആക്രിക്കടയിൽ വിറ്റതായിട്ടുള്ള മൊഴികളും തെളിവുകളുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അടയ്ക്ക രാജു ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ. ഇതിനുശേഷം അടയ്ക്ക രാജു പിന്നെ ക്രൈംബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ പ്രദേശത്തെ കള്ളന്മാരുടെ ഈ സമയത്തൊന്നും അടയ്ക്ക രാജു ഇങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇങ്ങനെ 2 വ്യക്തികളെ താൻ കോമ്പൗണ്ടിൽ കണ്ടു എന്ന് ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടില്ല. ഇതിനുശേഷം വന്നുള്ള ഒരു അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥരോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് 2007 കാലത്ത് അന്ന് അഗർവാളായിരുന്നു എൻ്റെ അന്വേഷണ ചുമതല. അഗർവാളിൻ്റെ അടുത്താണ് അടയ്ക്ക രാജു ആദ്യമായിട്ട് ചെന്ന് മൊഴി കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പെട്ടെന്ന് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മൊഴിമാറ്റത്തിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? മൊഴി മാറ്റം എന്ന് പറയാൻ പറ്റില്ല, പുതിയൊരു മൊഴിയാണ്. ആ മൊഴിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം. നമുക്കത് തീർച്ചയായിട്ടും സംശയിക്കാം. ഒന്നുകിൽ ആരെങ്കിലും അടയ്ക്ക രാജുവിനെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് അടയ്ക്ക രാജു അവർക്ക് CBIയുടെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതാണ്. ആ മൊഴി ഇപ്രകാരമാണ്. അടയ്ക്ക രാജു അല്ലെങ്കിൽ ആ ഒരു CBI സംഘത്തിൻ്റെ ഒരു സംശയം പ്രതി എന്ന ആ ഒരു രീതിയിലേക്ക് അടയ്ക്കരാജിലേക്ക് നീണ്ടിരുന്നു. അത് അങ്ങനെ വല്ല ജോജി, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, CBI സംഘം വളരെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അവർക്ക് ഏതെങ്കിലും ഒരു പ്രതിയെ തീർച്ചയായും വേണം. അവരുടെ പ്രതിയായിട്ട് അവരുടെ മുമ്പിലുള്ള 3 കൂട്ടരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പ്രതി പട്ടികയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആരെങ്കിലും ആ ഒരു സമയത്ത് ടെറസിൽ കാണണം. എനിക്ക് തോന്നുന്നു അന്ന് ആരെ കണ്ടതെന്ന് അഗർവാളിനോട് പറഞ്ഞിട്ടില്ല അല്ലേ? ആരെ അഗർവാളിനോട് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് 2 പേരെ കണ്ടു എന്നാണ് പറഞ്ഞത്. 2 വ്യക്തികളെ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അഭിലാഷ് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് മടങ്ങിക്കഴിഞ്ഞ് ഏകദേശം 1:30 കൂടിയിട്ട് കോൺവെൻറ്റിലെത്തുന്നു. കോമ്പൗണ്ടിലേക്ക് കയറുന്നു. കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ അദ്ദേഹം കോമ്പൗണ്ടിലെ 2 പേരെ കാണുന്നു. അദ്ദേഹം നേരെ സഞ്ജു പി മാത്യുവിൻ്റെ കോമ്പൗണ്ടിലേക്ക് മാറി അവിടെ നിന്നിട്ട് ഈ പ്രതികളെ വീക്ഷിക്കുന്നു. അപ്പോൾ ഇവർ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി ടെറസിൻ്റെ മുകളിൽ ടോർച്ചടിച്ച് പരിശോധിക്കുന്നതായിട്ട് ഇങ്ങനെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ 2007 കാലഘട്ടത്തിൽ പ്രതികളിലേക്ക് എത്താനുള്ള ആദ്യത്തെ ഒരു ചൂണ്ട CBI ഇടുകയാണ് ചെയ്തത് ഈ അടയ്ക്ക രാജുവിലൂടെ. കാരണം ഏതെങ്കിലും ഒരു പ്രതികൾ അവിടെ വന്നു എന്നതിന് ആരെങ്കിലും സാക്ഷി പറയണല്ലോ. ഇപ്പം ഈ അവസ്ഥയിൽ ഈ പറഞ്ഞതിനോട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം പക്ഷേ അന്ന് അഗർവാളിന് മുമ്പിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അഗർവാളിന് മുമ്പിൽ മറ്റൊരു തെളിവ്, വലിയൊരു പ്രമാദമായൊരു തെളിവാണ് നാർക്കോ അനാലിസിസിൻ്റെ CD-കൾ. ഇതെല്ലാം അഗർവാളിൻ്റെ കയ്യിലിരിക്കെ അഗർവാൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അഗർവാളിന് ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാനുള്ള യാതൊരു രേഖകൾ തെളിയിക്കുന്നുള്ള യാതൊന്നും അതിലുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് അഗർവാൾ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രതികളായിട്ട് ഇവർ 2 പേരെ പറയുന്നല്ലാതെ കൃത്യമായിട്ട് ഇവരുടെ പേരുകൾ പറയുന്നില്ല അല്ലേ? പേരുകൾ പോയിട്ട് അവരെ പോലും അടയ്ക്ക രാജു അവരാരാന്ന് പോലും അറിയില്ല. ഈ പേരുകൾ ഏത് സംഘത്തിന് മുന്നില പിന്നെ അടയ്ക്ക രാജു പറയുന്നത്? അത് ഇങ്ങനെ ഈ വ്യക്തികളെ സ്പെസിഫൈ ചെയ്ത് ഏത് സംഘത്തിന് മുന്നിലാണ് പറയുന്നത്? അടയ്ക്ക രാജു 4 തവണയായിട്ട് മൊഴി കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് അഗർവാളിൻ്റെ മുമ്പിൽ വെച്ച് മൊഴി കൊടുക്കുന്നുണ്ട്. നന്ദകുമാറിൻ്റെ മുമ്പിൽ വെച്ച് നന്ദകുമാർ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അത് 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ വിചാരണ സമയത്ത് അടയ്ക്ക രാജു കോടതിയിൽ മൊഴി പറയുന്നുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് മൊഴി പറഞ്ഞിട്ടുള്ളത്. ആ പല ഘട്ടങ്ങളിലും പല വൈരുദ്ധ്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യ ഹർജി തീർപ്പാക്കിയ സമയത്ത് കോടതി പൊരുത്തക്കേടുകളുടെ ഒരു മേളമായിട്ട് അടയ്ക്ക രാജുവിൻ്റെ മൊഴിയെ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ആ പൊരുത്തക്കേട് ഒരിക്കൽ കൂടി ഒന്ന് പറയാൻ പ്രേക്ഷകർ കുറെ കൂടി വ്യക്തം, പ്രത്യേകിച്ച് ആ ഒരു സമയത്തിന്റെ കാര്യത്തിലാണ് വളരെയധികം പൊരുത്തക്കേടുകൾ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമയം 1:30 മുതൽ 4:30, 5 മണി വരെയുള്ള സമയങ്ങൾ മാറി മാറി ഈ അടയ്ക്ക രാജുവിൻ്റെ മൊഴിയിൽ കയറി വരുന്നുണ്ട്. അതുപോലെ കോടതിയുടെ നിരീക്ഷണത്തിലും ഏകദേശം 5 മണി വരെ അടയ്ക്ക രാജുവിൻ്റെ സമയം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ അടയ്ക്ക രാജു
നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, അടയ്ക്കരാജു അവിടെ ചെന്ന് മോഷണം നടത്തി തിരിച്ച് വിറ്റതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും തെളിവുണ്ടായിരിക്കെ അടയ്ക്കരാജു മോഷണം നടത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും ലാസ്റ്റ് അതെ, മൊഴിയേക്കാളുപരി CBIയുടെ കണ്ടെത്തൽ വരുന്ന ഇത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയ്ക്കരാജുവിന് അവിടെ മോഷണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് പോകും? അപ്പോൾ നമ്മൾ മറ്റൊരു ചിന്തിക്കുകയാണെങ്കിൽ ഈ അടയ്ക്കരാജുവിനെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്താനുള്ള പറഞ്ഞിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നീ പ്രതിയാവുന്നുള്ള രീതിയിൽ എന്തെങ്കിലും അല്ലാതെയോ നമുക്കതറിയില്ല. പക്ഷേ അല്ലേ, അങ്ങനെ ഒരു ശ്രമം കാണുന്നുണ്ട്. ശ്രമം നടന്നിട്ടുണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇനി ഈ കണ്ട വ്യക്തികളെ തിരിച്ചറിഞ്ഞതിലെ ഒരു പൊരുത്തക്കേട് കൂടിയുണ്ട്. ഈ സ്റ്റെയർ കേസിൽ ആണ് ഇവരെ കണ്ടു എന്ന് പറയുന്നത്. അപ്പം ഈ ടോർച്ച് വെട്ടത്തിൽ അല്ലെങ്കിൽ ഒരു മിന്നലിന്റെ വെട്ടത്തിലൊക്കെയാണ് കണ്ടു എന്ന് പറയുന്ന വ്യക്തിയാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചറിയുന്നത്. അതിലും ഒരു പൊരുത്തക്കേടുണ്ട്. നമുക്കൊരു ലോജിക്ക് വെച്ച് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു കാര്യം. നമ്മൾ ജസ്റ്റിസ് ഹേമയുടെ വിധിപ്പകർപ്പ്, ഇവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള, അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിപ്പകർപ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമ കൃത്യമായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപ്രകാരം ഈ 1:30 അല്ല, അതുപ്രകാരം 3 മണിക്കാണ് അടയ്ക്കരാജു ഇവരെ കാണുന്നത്, ഈ 2 പേരെ കാണുന്നത്. അവർ സ്റ്റെയർ കയറി പോകുന്നു. അപ്പോൾ ജസ്റ്റിസ് ഹേമ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു അനാശാസ്യത്തിന് വന്ന വ്യക്തികൾ അവർ മതിൽ ചാടി അതിനുശേഷം അവരുടെ തൊട്ട് കിടക്കുന്ന അടുക്കളയിലൂടെ അല്ലെങ്കിൽ അടുക്കളയുടെ പുറത്തു നിന്നുള്ള ഡോറിലൂടെ എൻട്രി ചെയ്യുന്നതിന് പകരം അവരെന്തിന് സ്റ്റെയർ കേസിൽ കയറി എന്നൊരു ചോദ്യം. ഈ കൃത്യത്തിന് വന്നവര് ഈ കൃത്യം നടത്താൻ പോകേണ്ട വ്യക്തികളാണ്. പക്ഷെ അതിനു പകരം അവർ വളരെയധികം കഷ്ടപ്പെട്ട് സ്റ്റെയർ കേസ് കയറി ടെറസിൽ എത്തുന്നു. അതെന്തിന് കയറി എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം. അതിന്റെ ആ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ലോജിക്ക് പിന്നീട് അത് അപകടമാണെന്ന് കണ്ടപ്പോഴാണ് ഈ സമയം വീണ്ടും മാറുന്നത്. കാരണം ഇവര് സ്റ്റെയർ കേസിന്റെ മുകളിൽ കയറിയത് അകത്തേക്ക് കയറാനുള്ള ഉദ്ദേശത്തിലല്ല, എല്ലാ കർത്തവ്യങ്ങളും കഴിഞ്ഞ്, അതായത് കൊലപാതകം നടത്തിയതിന് ശേഷം ഈ ഡെഡ് ബോഡി അത് മുകളിലെ ടെറസിൻ്റെ മുകളിലേക്ക് പോയി അവിടെ നിന്ന് താഴേക്കിടുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് കയറി എന്ന രീതിയിലേക്ക് വിചാരണ കോടതിയിൽ വെച്ച് അത് ആ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോഴാണ് ഈ മൊത്തം ടൈമുകളെല്ലാം മാറിയതും അടയ്ക്കരാജുവിന്റെ മോഷണം നടക്കാതെ വരുന്നതും. പക്ഷേ പിന്നീട് എപ്പോഴാണ് ഈ അടയ്ക്കരാജു പറയുന്നത് ഞാൻ 2 ലോഹം ഇട്ടവരെയാണ് കണ്ടതെന്ന് അത് ഈ നന്ദകുമാറിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടാകാം. വിചാരണ വേളയിലും കൃത്യമായിട്ട് അദ്ദേഹം ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അതെ. പിന്നെ ഇത് എങ്ങനെ അടയ്ക്കരാജു ഇവരെ തിരിച്ചറിഞ്ഞു? അതായത് സാധാരണ എല്ലാ കേസുകളിലും പ്രതിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ കേസ് അവിടെ നിലനിൽക്കില്ല. അപ്പോൾ അടയ്ക്കരാജുവിൻ്റെ മൊഴികളിൽ നിന്നും CBIയുടെ കണ്ടെത്തലുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ അടയ്ക്കരാജിൻ്റെ മുമ്പിൽ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ടോർച്ച് അടിച്ചിട്ടാണ് ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ ടോർച്ച് അടിച്ച് ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചറിയുമെന്നുള്ള ഒരു ധാരണ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആരും പരസ്പരം മുഖത്തേക്ക് ടോർച്ച് അടിച്ചിട്ടല്ല പോകുക. ഒന്നെങ്കിൽ സ്റ്റെയർ കേസ് കയറാണെങ്കിൽ സ്റ്റെപ്പിലോട്ട്. എനിക്ക് ഒരു ദൃശ്യം ഒരിക്കൽ കൂടി കാണിക്കാൻ തോന്നുന്നു. കാരണം ആ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ തീർച്ചയായും ടോർച്ച് എങ്ങോട്ടാണ് അവരെ അടിക്കാൻ സാധ്യതയുള്ളതെന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാകും. കാരണം ആ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ മുമ്പോട്ട് ടോർച്ച് അടിക്കണം. അത് മാത്രം അത്ര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്, കൈവരിയില്ല. അപ്പോൾ കൃത്യമായിട്ട് ടോർച്ച് അടിച്ച് പോകണം അല്ലേ? അത് മാത്രമല്ല, പിന്നീട് അത് അടയ്ക്കരാജു മിന്നൽ വെളിച്ചത്തിലാണ് ഇവരെ പ്രതികളെ തിരിച്ചറിഞ്ഞത്. പ്രതികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഫാദർ തോമസ് കോട്ടൂരിനെ അടയ്ക്കരാജിൻ്റെ ഭാഷയിൽ ഉണ്ടക്കണ്ണ എന്നൊക്കെയാണ് തോമസ് കോട്ടൂരിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. തോമസ് കോട്ടൂരിനെ കണ്ടത് ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ കണ്ടു എന്നാണ് അദ്ദേഹം. പെട്ടെന്ന് മൊഴി വീണ്ടും മാറി. മൊഴി മാറുന്നതല്ല, എങ്ങനെ തിരിച്ചറിയും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണല്ലോ. കാരണം അദ്ദേഹം നമ്മൾ നേരത്തെ കണ്ടതുപോലെ സഞ്ജു പി മാത്യുവിൻ്റെ പറമ്പിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റെയർ കേസ് 4 നില മുകളിലേക്കാണ് പോകുന്ന സ്റ്റെയർ കേസാണ്. അപ്പോൾ ഏകദേശം ഒരു 100 മീറ്ററോളം ഡിസ്റ്റൻസ് നമുക്ക് ഊഹിക്കാം. ഈ 100 മീറ്റർ അകലെ നിന്ന് അടയ്ക്കരാജു ഈ കാര്യങ്ങളെല്ലാം അവിടെയുള്ള ഒരു കൊക്കമരത്തിൻ്റെ അവിടെയും വീണ്ടും മാറ്റങ്ങൾ വരുന്നുണ്ട്. കൊക്കമരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് കണ്ടതെന്ന് ആദ്യത്തെ മൊഴികളിലുണ്ട്. പിന്നെ അത് മാറി കൊക്കമരത്തിൻ്റെ താഴെയാണ് നിന്നേ എന്നൊക്കെ പറഞ്ഞത് കോടതി അത് പല രീതിയിൽ അതിന് വ്യാഖ്യാനിക്കുകയാണ്. കോടതി തന്നെയാണ് അത് വ്യാഖ്യാനിച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയും മറ്റ് ഈ ഇവർ പ്രതികളാണെന്ന് സമർത്ഥിക്കുക, അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല അടവുകളും യൂസ് ചെയ്തു അല്ലേ? അതായത് ഒരു സംശയമുള്ളത്, അതായത് പല വേർഷൻസ് പലപ്പോഴും വായിക്കാനിടയായിട്ടുള്ളത്. അതായത് അടയ്ക്കരാജു പറയുന്നു അന്ന് കണ്ട വ്യക്തിയെ വർഷങ്ങൾക്ക് ശേഷം പത്രത്തിൽ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷേ ഈ CBI കോടതിയുടെ വിധിന്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കോട്ടൂരച്ചനെ എനിക്ക് അറിയാമെന്നും പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു 2 വെർഷൻ അവിടെ വന്നത്?
അത് അടയ്ക്കരാജു അവിടെ കളിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അടയ്ക്കരാജു പറയുന്നത് കോട്ടൂരാജിനൊക്കെ എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് അടയ്ക്കരാജു പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അടയ്ക്കരാജു സത്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അടയ്ക്കരാജു പത്രങ്ങളിലെ ഫോട്ടോ കണ്ടാണ്, അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ടിട്ടാണ് അന്ന് ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ കണ്ട ഇവരെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാലോ അടയ്ക്കരാജു ഞാൻ അന്ന് കഞ്ചാവ് അടിച്ച് നടക്കുന്ന സമയത്താണ് ഇവരെ കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും സി ബി ഐ കോടതിയിലെ കണ്ടെത്തലുകളൊന്നും തന്നെ നിലനിൽക്കുന്ന കേസുകളാണ്. പക്ഷേ നമ്മൾ ഈ ഒരു മൊഴി നമ്മൾ കേൾക്കുമ്പോൾ വളരെ വളരെ ഒരു രസകരമായ ഒരു കാര്യം നമ്മൾ ചോദിക്കുകയെന്ന് വെച്ചാൽ, അടക്കരാജ് പറഞ്ഞത് ഞാൻ 2 പേരെ ലോഹയിട്ട് കണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ കോംപ്രമൈസിങ് പൊസിഷനിലായിരുന്നു. പിന്നീട് അതിനുശേഷം അവർ സിസ്റ്റർ അഭയെ അവിടെ അടിച്ചു വീഴ്ത്തുന്നു. അതിനുശേഷം അവർ വീണ്ടും അവർ പെട്ടെന്ന് ഡ്രസ്സും മാറുന്നു. നമുക്കറിയാലോ. അതെ, അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊരിക്കലും നമുക്കത് ആ ഒരു സാഹചര്യത്തിൽ അത് എത്രമാത്രം അത് പ്രാക്ടിക്കൽ, ആ വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പ്രാക്ടിക്കലാണെന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ലോഹ ഇടാൻ തന്നെ മിനിമം ഒരു ടൈം വേണം. അവര് കോംപ്രമൈസിങ് പൊസിഷനിൽ വിവസ്ത്രരായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. അവർ അൺഡ്രസ്ഡ് ആയിരുന്നു. അപ്പം പിന്നെ അവര് ലോഹ എടുത്തിരുന്നു. ലോഹയിലാണ് കണ്ടതെന്ന് അടയ്ക്കരാജു പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ലോഹയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ലോഹ എടുത്തിടാൻ ഒരു ടൈം വേണം. ആ ഒരു സമയത്തിനുള്ളിൽ ആര് വേണമെങ്കിലും ഈ അടുക്കള ഒരു ഭാഗത്തേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലോഹ ഇട്ട് ഇവർ കഷ്ടപ്പെട്ട് ടെറസിന്റെ മുകളിൽ കയറുന്നു. നമുക്ക് ലോജിക്കലി ഇറ്റ്സ് ഇൻകറക്റ്റ് എന്ന് നമുക്ക് പറയാൻ. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന എനിക്ക് തോന്നുന്നു, ഈ സ്റ്റെയർ കേസിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് കയറാനുള്ള സ്ഥലം പോലും അതിലില്ല. ഒരാൾക്ക് കയറാം. അത്രയും വന്ന സ്ഥലത്തേക്കാണ് ഇവര് ഒരു ഡെഡ് ബോഡി അടക്കം കൊണ്ട് പ്ലാൻ ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം എനിക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത്, അരുൺ സൂചിപ്പിച്ചിരുന്നു, ഈ അടയ്ക്കരാജു ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു മൊഴി ആൾക്ക് അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ആ പീഡനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ആൾക്ക് അന്ന് ഈ മൊഴി പറഞ്ഞുകൂടെ? അന്നൊന്നും ഇയാൾ ഈ മൊഴി പറയുന്നില്ല. 2 പേരെ കണ്ടു എന്നൊരു മൊഴി പറയുന്നില്ല. ആൾക്ക് സുഖമായി രക്ഷപ്പെടാവുന്ന ഒരു ലൂപ്പ് ഹോൾ ആയിരുന്നു. പക്ഷെ ആളിത് പറയുന്നത് 2007 ഈ അഗർവാളിന്റെ അടുത്താണ്, നന്ദകുമാറിന്റെ അടുത്താണ് പിന്നീട് ഈ അദ്ദേഹം ഉണ്ടക്കണ്ണൻ എന്ന് വിളിക്കുന്ന ഈ ഫാദർ തോമസ് കോട്ടൂരിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന കാര്യം, എവിടെയോ ആരോ ഒക്കെയോ ഇവരെ പ്രതികളാക്കുക, ഈ വൈദികരെയും സിസ്റ്ററിനെയും പ്രതികളാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് അടയ്ക്കരാജു ഒരു ഉപകരണമായി മാറി എന്നൊരു സംശയം നമുക്ക് വേണമെങ്കിൽ തീർച്ചയായും. കാരണം CBI പ്രതികളെ കണ്ടെത്തി പിന്നെ തെളിവുകൾ ഉണ്ടാക്കി. സാധാരണ ഒരു കുറ്റാന്വേഷകരുടെ ഒരു ലോജിക്കിൽ നിന്ന് വ്യത്യസ്തമായി ജോർജി പറഞ്ഞ ഒരു ചെറിയൊരു തിരുത്തും കൂടി പറയണം. പ്രതികളെ കണ്ടെത്തുകയല്ല, പ്രതികളെ നിശ്ചയിച്ചു. പ്രതികളെ അവർ തന്നെ നിശ്ചയിക്കുന്നു, അവർ തന്നെ തെളിവുകൾ ഉണ്ടാക്കുന്നു, അവർ തന്നെ കുറ്റം ചാർത്തുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു അടയ്ക്കരാജുവിന്റെ ആ ഒരു മൊഴികളിലെ പൊരുത്തക്കേട് നമ്മൾ വളരെ വിശദമായി നാം ചർച്ച ചെയ്തു എന്ന് തോന്നുന്നു. നമുക്കറിയാം ഇത് ഒരു കൊലപാതകമാണെന്നുള്ളൊരു CBI വെർഷൻ. ഈ കൊലപാതകം നടത്തണമെങ്കിൽ ഒരു ആയുധം ഇല്ലാതെ തീർച്ചയായും ഒരു കൊലപാതകം നടത്താൻ സാധിക്കുകയില്ല. ഈ ആയുധം സംബന്ധിച്ചും പല വിമർശനങ്ങൾക്കും CBI സംഘം വിധേയരായിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ഹേമയുടെ ഭാഗത്തുനിന്ന്. അതോടൊപ്പം ഇത്തവണ ഈ ജാമ്യ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ ആയുധം സംബന്ധിച്ചൊരു പരാമർശമുണ്ട്. അത് ഒന്ന് കോടാലി എന്ന് പറയുന്നു. ആയുധം സബ്മിറ്റ് ചെയ്യാൻ പോലും ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. അതൊന്ന് കൂടുതൽ നമ്മ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും മുൻപ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാമെന്നാണ് തോന്നുന്നു. ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അന്നത്തെ പ്രശസ്തനായ ഒരു പോലീസ് സർജനാണ്, രാധാകൃഷ്ണനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം പോസ്റ്റ്മോർട്ടത്തിന് വില്ലിങ് ആയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന് ഇതൊരു സിസ്റ്ററിൻ്റെ ബോഡിയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കൂടെ ഒരു 10-20ഓളം സ്റ്റുഡൻസും കൂടെയുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടമാണ് അദ്ദേഹം ചെയ്തത്. എന്താ വെച്ചാൽ ഇത് ഒരു സ്റ്റഡി മെറ്റീരിയലും കൂടിയാണല്ലോ, കുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അബയുടെ ശരീരത്തിൽ ഏതാനും മുറിവുകളുണ്ട്. ആ മുറിവുകൾ ആണിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. തലയുടെ മുകളിലായിട്ടുള്ള ഒരു മുറിവ്, അതിനുശേഷം ഈ കാണുന്ന മുറിവുകളെല്ലാം അബയുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളാണ്. എന്നാൽ ഇതിലൊരെണ്ണം പോലും മരണകാരണമായ മുറിവ് അല്ല എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. കാരണം ഏകദേശം 2 ഇഞ്ചിന് താഴെയാണ് ഓരോ മുറിവുകളുടെ നീളം വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് സ്കള്ള് വരെ പോലും എത്താൻ സാധിക്കാത്ത അത്രയും ഡെപ്ത് അതിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും മരണകാരണമാകില്ല എന്ന നിഗമനത്തിൽ അദ്ദേഹം ഇതൊരു
മുങ്ങിമരണം ആണ് എന്നാണ്. മുങ്ങിമരണം എന്ന് കണ്ടെത്താനായിട്ട് വേറെ കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട്. അവയുടെ ശരീരത്തിലുണ്ടായിരുന്ന 300 ml വെള്ളത്തിൻ്റെ ഒരു അളവുണ്ട്. അതുപോലെ തന്നെ മുങ്ങി മരിക്കുന്നവരുടെ ബോഡിയിലുള്ള എല്ലാ മാറ്റങ്ങളും ചേഞ്ചുകളും അവയുടെ ശരീരത്തിൽ അറിയാത്തതുകൊണ്ടാണ്. അതായത് ഈ ഒരു വ്യക്തി ബോധത്തോടു കൂടി തന്നെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു. ആ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡിയിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും ഈ അബയുടെ ശരീരത്തിൽ ദൃശ്യമായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഉള്ള കണ്ടെത്തലാണ് അബയുടെ ശരീരത്തിൽ കണ്ട ചെറിയ ചെറിയ മുറിവുകൾ ഇതൊന്നും മരണകാരണം അല്ല എന്നുള്ളൊരു കാരണം. പിന്നെ എങ്ങനെയാ മുറിവ് ഉണ്ടായി? അതൊരു ചോദ്യം തന്നെയാണ്. അതെങ്ങനെയാ ഒരു മുറിവ് ഉണ്ടായി? പെട്ടെന്ന് അഭയ ആ കിണറ്റിലേക്ക് പോകുന്ന ആ സമയത്തുണ്ടാകുന്ന മറ്റു ഈ കിണറിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട മണ്ണുമായിട്ടുള്ള ആ ശരീരത്തിൻ്റെ ഉരസലുകളും മൂലമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാം. CBIയുടെയും എല്ലാ അന്വേഷണ സംഘങ്ങളുടെയും ആദ്യത്തെ കണ്ടെത്തലുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഇതിലിപ്പോൾ കാണുന്ന എല്ലാ മുറിവുകളിൽ ഭൂരിഭാഗം മുറിവുകളും അബയുടെ ബോഡി താഴേക്ക് കിണറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ ഭിത്തിയോട് ചേർന്ന ഭാഗങ്ങളിൽ ഉറഞ്ഞിട്ടുണ്ടായിട്ടുള്ള മുറിവുകളാണെന്നാണ്. അതുപോലെ അബയുടെ ബോഡി പോകുന്നത് തല മുകളിലും കാലുകൾ താഴേക്കും അങ്ങനെയാണ് ബോഡി പോയത് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ബോഡിയിലുണ്ടായിരുന്ന മുറിവ്. അതായത് ഒരാള് നമ്മൾ ആ ഒരു കിണർ ഒഴിക്കൽ കൂടി പ്രേക്ഷകരെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. ആ ഒരു കിണറിന്റെ ആ ഒരു ചുറ്റുമതിലൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാവും. അതായത് ഒരു വ്യക്തി കിണറിൽ നിന്ന് ഊർന്ന് ഇറങ്ങിയാൽ എങ്ങനെ വീഴുമോ അല്ലെങ്കിൽ എങ്ങനെ മുറിവുകൾ ഉണ്ടാകുമോ അത്തരം മുറിവുകളാണ് അവയുടെ. നമുക്ക് രണ്ട് രീതിയിലും പറയാം. ഒന്നെങ്കിൽ ഊർന്നിറങ്ങി, അതല്ലെങ്കിൽ ആരെങ്കിലും അതേ പൊസിഷനിൽ താഴേക്ക് കൊണ്ടിട്ടു. പക്ഷേ ഇപ്പൊ ഈ കേസിലത്തെ ഒരു നിഗമനം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സാധാരണ എല്ലാവരും അറിയാം, നമ്മൾ ഇപ്പൊ ഒരു ബോഡി കൊണ്ട് കിണറ്റിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിലാണ് കൊണ്ടിടുന്നത്. പക്ഷെ വെള്ളത്തിൽ വീഴുമ്പോൾ ബോധമുണ്ടെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണല്ലോ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വാട്ടറിൻ്റെ അംശമൊക്കെ കണ്ടത്. അപ്പോൾ ഈ ബോഡി ഇടുമ്പോൾ പൊതുവെ നമുക്കൊന്ന് ഊഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ കാലിൻ്റെ സൈഡ് പിടിക്കുന്നു, മറ്റൊരാൾ ഷോൾഡറിൻ്റെ ഭാഗം പിടിക്കുന്നു. അതിനുശേഷം സാധാരണ ഇടുവാൻ സാധ്യതയുള്ള നേർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലഭാഗമായിരിക്കും മിക്കവാറും താഴേക്ക് ആദ്യം ഇടുക, അത് കഴിഞ്ഞിട്ട് കാൽഭാഗം വിട്ടും അങ്ങനെയാണ് താഴേക്ക് എത്താൻ സാധ്യത. രണ്ടുപേരായിട്ടാണ് ഇത് കൊണ്ടുവന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ രണ്ടുപേർ ചേർന്ന് ഇടുകയാണെങ്കിൽ നമ്മുടെ ഈ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള മുറിവുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മുറിവുകളുണ്ടാകും, മുറിവുകളുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കാൻ സാധ്യത. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ ഈ ചർച്ചയുടെ ഒരു ആദ്യഘട്ടത്തിൽ അരുൺ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മുറിവുകൾ ഉണ്ടാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ അബയുടെ ബോഡി കിണറിൽ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ സഞ്ജുവിൻ്റെ ഫാദറും മറ്റും ഒരു വലിയൊരു മുളവടി കൊണ്ട് കുത്തി നോക്കുന്നുണ്ട്. ആ ഒരു കുത്തിനോക്കലിലും ഈ മുറിവുകൾ സംഭവിക്കാനൊരു സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. ബോഡി കമിഴ്ന്നാണ് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തുന്നതെല്ലാം പുറത്തും ഈ തലയുടെ ഈ ഭാഗങ്ങളെല്ലായിടത്തും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് കേട്ടാണ് അതിനെക്കുറിച്ച്. സിസ്റ്റർ അഫയുടെ ബോഡി പുറത്തേക്ക് എടുത്തപ്പോൾ ആ ബോഡിയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നതായിട്ട് നമ്മളങ്ങനെ ആ റിപ്പോർട്ട്. തീർച്ചയായിട്ടും അബയുടെ ശരീരത്തിൻ്റെ തലയിലുള്ള മുറിവുകളിൽ നിന്ന്, പ്രധാനപ്പെട്ട 2 മുറിവുകളിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ബോഡി പരിശോധിക്കാൻ വേണ്ടി അവരെ കുത്തിയപ്പോൾ ഒരു സംഭവിച്ചാൽ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ മരണം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവർ കുത്തി നോക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ, അല്ലാത്ത സന്ദർഭത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാകില്ല. പക്ഷേ മരണം കഴിഞ്ഞ ഉടനെ ഉള്ള സമയത്ത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് രക്തം പൊടിയും, പുറത്തേക്ക് വരും. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചർച്ച ചെയ്യാനിടയായ സാഹചര്യം നമ്മളെ ഒരു ആയുധവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പോവുകയാണ്. അത് ജസ്റ്റിസ് ഹേമ ഈ കാര്യങ്ങൾ ജസ്റ്റിസ് ഹേമയുടെ വിധിന്യായത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ഹേമ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനുണ്ട്. അതായത് അബയുടെ ബോഡി പുറത്തേക്ക് എടുക്കുമ്പോൾ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയ കൊല്ലപ്പെട്ടതാണെങ്കിൽ, അഭയ കൊല്ലപ്പെട്ട സമയത്താണ്, അതല്ലെങ്കിൽ അഭയുടെ തലയ്ക്ക് ആരെങ്കിലും അടിച്ച സമയത്താണ് ഈ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു 1 ഡ്രോപ്പ്, ഏറ്റവും കുറഞ്ഞത് ഒരു 1 ഡ്രോപ്പ് ബ്ലഡ് അത് ഒരു സ്ഥലത്തും കണ്ടതായിട്ട് അവിടെയുള്ള ആ സ്ഥലം സന്ദർശിച്ച ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ സിസ്റ്ററൊക്കെയാണുമായി ബന്ധപ്പെട്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തുടച്ചു കളയാനുള്ള. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ സിസ്റ്ററിൻ്റെ വെയിൽ ഈ അടുക്കളയുടെ വാതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. തൂവെള്ള കളറിലുള്ള വെയിലാണ്.
അതിൽ ഒരു തരത്തിലുള്ള ഒരു ബ്ലഡ് മാർക്സ് ഉള്ളതായിട്ട് ആദ്യം വന്ന ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ അത് പിന്നീട് നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഒരു CBI സംഘമോ അതിലൊരു ബ്ലഡ് മാർക്ക് ഉള്ളതായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം ഈ ജോജി പറഞ്ഞതുപോലെ ഇപ്പം തറയിൽ വീണ ബ്ലഡ് വേണമെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൊലപാതകം നടത്തിയതാണെങ്കിൽ ആ നടത്തിയവർക്ക് വേണമെങ്കിൽ മാച്ച് കളയാം, തുടച്ചു കളയാം. അത് മാത്രമല്ലല്ലോ, തെളിവ് നശിപ്പിക്കാനാണെങ്കിൽ ആദ്യം ചെയ്യുക അടുക്കളയിലെ ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ അതിന്റെ തെളിവുകളെല്ലാം നശിക്കപ്പെടുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പം ഈ പറഞ്ഞതുപോലെ സിസ്റ്റർ സെഫിയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തെങ്കിൽ അവർ ആദ്യം നോക്കുക, തെളിവ് നശിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പരുൺ പറഞ്ഞതുപോലെ ഈ സിസ്റ്റർ സെഫിയാണ് ഈ സെല്ലാർ റൂം അടുക്കളയിൽ തൊട്ടടുത്ത് താമസിക്കുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഡിസ്റ്റർബൻസ് ഒന്ന് ക്ലിയർ ചെയ്യുക എന്നൊരു ഫസ്റ്റ് ഒരു ടാസ്ക് ആ ഒരു വ്യക്തിയുടെ അതായിരിക്കും. പക്ഷെ അത് കണ്ടിട്ടില്ല. അടുക്കള ഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ബ്ലഡ് മാർക്ക് പോലും ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ അഭയ സിസ്റ്ററിൻ്റെ വെയിലിൽ ഒരു ബ്ലഡ് മാർക്ക് പോലും ഈ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് വളരെ പ്രധാനം. ഇതിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്, കിണറിൽ വീണതിന് ശേഷമാണ് അഭയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ CBIക്ക് സ്ഥാപിക്കേണ്ടത് ഇതൊരു കൊലപാതകമായിരുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ടൊരു ആയുധം വേണം. അപ്പം ആ ഒരു ആയുധത്തിൻ്റെ കഥ വളരെ രസകരമാണ്. ഈ ഒരു സംഭവം ആദ്യം കാണുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ അടുക്കളയിലെ ഒരു വേലക്കാരി അല്ലെങ്കിൽ അടുക്കളയിലെ ജീവനക്കാരി അച്ചാമ്മയാണ്. അച്ചാമ്മയുടെ ഒരു മൊഴി പ്രകാരം അവിടെ ഒരു അരുൺ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പച്ചക്കറി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് അത് ഡിസോർഡറായിട്ട് കിടക്കുന്നു. അഭയുടെ ചെരുപ്പ് കിടക്കുന്നു. അഭയ വെള്ളം കുടിച്ച ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വീണ് കിടക്കുന്നു. അതിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. ഫ്രിഡ്ജ് പകുതി തുറന്നു കിടക്കുന്നു. പക്ഷെ ആ വ്യക്തിയുടെ മൊഴിയിൽ ഒരു കോടാലി അല്ലെങ്കിൽ ഒരു ആയുധത്തിൻ്റെ കാര്യം പറയുന്നില്ല. പിന്നീട് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു ആയുധത്തിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ആയുധം ഒരു ഘട്ടത്തിൽ പോലും ഒരു കോടതിയിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അല്ലേ? കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ CBI അത് കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. അത് ഏകദേശം 1 മീറ്ററോളം 85 സെന്റിമീറ്റർ നീളമുള്ള കോടാലി, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കോടാലിയാണ്. ആ കോടാലിയാണ് അവർ കണ്ടെത്തിയത്. ഏകദേശം ഒരു മീറ്ററോളം നീളമുള്ള ഒരു വലിയൊരു കോടാലിയാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ പിന്നീട് കേസ് വിചാരണയിൽ വന്നപ്പോൾ ഇത്രയും വലിയ ഒരു കോടാലി കൊണ്ട് തലയ്ക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചാൽ പോലും തല പൊട്ടിപ്പൊളിയും. 2 ഇഞ്ചിൽ താഴെയുള്ള മുറിവുകളാണ് CBI അത് കൊലപാതകത്തിന് ശ്രമിച്ചപ്പോൾ ഉണ്ടായ മുറിവുകളായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കോടാലി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല അവസ്ഥ. അത്രയും വലിയ മുറിവുകൾ ഉണ്ടാകും. ഇനി ഇത് പിന്നെ വാദത്തിൽ വന്നപ്പോൾ ഈ കോടാലി മാറി പിന്നീട് കൈക്കോടാലി, ചുറ്റിക, ഇങ്ങനെ പല പല പേരുകളിലേക്ക് ഇത് മാറുകയാണ്. കാരണം ഈ അരുൺ പറഞ്ഞതുപോലെ ഈ മുറിവുകൾ അത്ര നിസ്സാരമായിട്ടുള്ള മുറിവാണ്. ഈ കോടാലിയും കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവല്ല ദൃശ്യമായിരിക്കുന്നത്. പിന്നീടാണ് ഈ ആയുധത്തിന്റെ ആ ഒരു എന്താ പറയണേ, ആ ഒരു അഗ്രസീവ്നെസ് അവർ കുറച്ചുകൊണ്ട് വരുന്നത്. കൈക്കോടാലിയായി, ചുറ്റികയായി, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കൊലപാതകമാണെന്ന് അവരെങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് കൊന്നു, അല്ലെങ്കിൽ ഈ കൊല ചെയ്ത വസ്തു അവർക്ക് ഒരിക്കലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു സൂചന കൊടുക്കാനും സാധിച്ചില്ല. കാരണം അത് ആദ്യം ആക്സ് ആയിരുന്നു, പിന്നെ അത് കൈക്കോടലിയായി, പിന്നെ അവസാനം അത് അപ്പൊ അങ്ങനെ ആകെപ്പാടെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, ഇവര് പറഞ്ഞ ഇല്ല, ഏത് ആയുധം ഉപയോഗിച്ചാലും ഇതല്ല ഈ മുറിവുകളല്ല ആ ശരീരത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇപ്പോൾ കൈക്കോടാലിയാണ് അവസാന കോടതിയിൽ കൈക്കോടാലി വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ കൈക്കോടാലി കൊണ്ട് അതിൻ്റെ വായ്ഭാഗം കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ വലിയ മുറിവുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അതിൻ്റെ തല കൊണ്ടാണ് ചെറിയൊരു തട്ട് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു മുറിവാണ് അഭയുടെ തലയിലുള്ളത്. മറ്റൊരു കാര്യം, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഈ കന്ദസ്വാമി എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഹൈക്കോടതിയുടെ ഒരു ജാമ്യ അനുവദിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ ഈ കന്ദസ്വാമിക്കെതിരെ വളരെ കൃത്യമായൊരു വിമർശനം ഹൈക്കോടതി നടത്തുന്നുണ്ട്. ഈ കന്ദസ്വാമി എങ്ങനെയാണ് ഒരു തിരിമറിയിലേക്ക്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ ഒരു തിരിമറിയിലേക്ക് ഇൻവോൾവ് ആകാനിടയായ ഒരു സാഹചര്യം എന്തായിരുന്നു? കോടതി കന്ദസ്വാമിനെ കുറിച്ച് പറയുന്നത്, കന്ദസ്വാമിയുടെ നാവ് നുണ പറയില്ലെങ്കിലും പേന നുണ പറയും എന്ന ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കാരണം ഇത്രയാണ്, അതായത് കന്ദസ്വാമി മുൻപ് അഭയ കേസ് അന്വേഷിക്കുന്ന ആദ്യ കാലങ്ങളിൽ കന്ദസ്വാമി അഭയുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠനവിധേയമാക്കിയതും അത് പ്രകാരം അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫൈനൽ കൺക്ലൂഷൻ, ഇതൊരു ആത്മഹത്യ എന്നാണ്. ഡ്രോണിംഗ് വഴിയാണ് മരിച്ചത്, അതായത് മുങ്ങി മരണമാണ്. അതെ, ഇതൊരു കൊലപാതകം അല്ല എന്ന് തന്നെയാണ് കന്ദസ്വാമിയുടെ നിരീക്ഷണം. ആ റിപ്പോർട്ട് ഇപ്പോഴും കോടതിയുടെ കയ്യിലുണ്ട്. ഇതേ കന്ദസ്വാമി പിന്നീട് വിചാരണ കോടതിയിൽ പറയുന്നത്, അദ്ദേഹം ആദ്യം കോടതിയിലെത്തുമ്പോൾ തന്നെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നാവ് നീട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ ഈ നാവ്
ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല, ഈ നാവ് കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിചാരണ കോടതിയിൽ രേഖ അവിടെ കയ്യിലിരിക്കെ തന്നെ ഇത് ഒരു കൊലപാതകമാണ്, ആയുധം കൊണ്ടുള്ള മുറിവ് കാരണമാണ് മരണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിചാരണ കോടതിയിൽ കന്ദസ്വാമി പറയുന്നത്. അപ്പോൾ കന്ദസ്വാമിയുടെ നാവ് അവിടെ ഒരു വലിയ നുണ പറഞ്ഞു. പക്ഷേ ഓൾറെഡി ആള് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ആള് ന്യായീകരിക്കുന്നുണ്ട്. ഒരു അഭിഭാഷകന് വേണ്ടിയിട്ടാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അതെ, അഭിഭാഷകന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേന അന്ന് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് കോടതി വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ആയുധത്തിന്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു. അടയ്ക്ക രാജു, അതോടൊപ്പം ഈ നേരത്തെ പറഞ്ഞ കളർകോട്, അതോടൊപ്പം ഈ ജോമോൻ പുത്തുമ്പുരയ്ക്കിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഫാദർ തോമസ് കോട്ടൂരിനെതിരെ CBI കൊണ്ടുവന്ന തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്ന് നമുക്ക് വളരെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്രയും തെളിവുകൾ നാം ഡിസ്കസ് ചെയ്തു. ഇനി ഏതെങ്കിലും മേഖല ഈ ഫാദർ തോമസ് കോട്ടൂരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മേഖല നമ്മൾ ഒരു ടച്ച് ചെയ്യാതെ പോയിട്ട്? തീർച്ചയായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാം പത്രത്തിൽ കണ്ടതാണ് സഞ്ജു പി മാത്യുവിനെ മറച്ചു പിടിച്ച് നന്ദകുമാർ കൊണ്ടുവരുന്നത്. ഈ സഞ്ജു പി മാത്യു മുമ്പേ നമ്മൾ സൂചിപ്പിച്ചു, സഞ്ജു പി മാത്യുവിനെ പല അന്വേഷണ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സഞ്ജു പി മാത്യുവിനെ കൊണ്ട് ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് നന്ദകുമാർ എടുപ്പിക്കുന്നുണ്ട്. അത് എടുപ്പിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് കേസിൻ്റെ വിചാരണ വേളയിലാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കുന്നത്. അതായത് സഞ്ജു പി മാത്യു ഈ സംഭവം നടക്കുന്ന സമയത്തൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. അതിനുശേഷം പല ചോദ്യം ചെയ്യലുകൾക്കും ആ കുടുംബം വിധേയമായി. പിന്നീട് സഞ്ജു പി മാത്യു കുറേ നാളുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു വിവാഹമൊക്കെ കഴിച്ച് ഒരു നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആ സമയത്താണ് ഈ അഭയ കേസിൻ്റെ അറസ്റ്റ് ഉണ്ടാവുന്നതും അതല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ തീരുമാനങ്ങളൊക്കെ വരുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് CBI അദ്ദേഹത്തെ പിടികൂടുകയാണ്. പിടികൂടി അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിനക്കത് സാക്ഷിയാകണോ അതോ പ്രതിയാകണോ? ഈ ഒരു ഓപ്ഷനാണ് സഞ്ജു പി മാത്യുവിൻ്റെ മുമ്പിലേക്ക് വന്നത്. ഈ മൊഴി വിചാരണ വേളയിൽ സഞ്ജു പി മാത്യു മാറ്റി പറയുന്നുണ്ട്, CBI ഉദ്യോഗസ്ഥർ തന്നെ പ്രഷർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് താൻ ആ മൊഴി കൊടുത്തത്, താൻ അങ്ങനെ ഒരു സ്കൂട്ടർ കണ്ടിട്ടില്ല. ഏതോ ഒരു ശക്തി വളരെ നിഗൂഢമായിട്ട് ഇവർ തന്നെയാണ് പ്രതികളെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറ്റു പലരെയും സ്വാധീനിക്കുകയും അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അല്ലേ? ഈ ഒരു അഭയ കേസിൽ ഈ ഒരു പൊതുബോധം ഈ കുറ്റാരോപിതർക്കെതിരെ തിരിയുവാൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ഈ നാർക്കോ അനാലിസിസ് CD ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്.